ഗുഡ് മോർണിംഗ് ടു ഓൾ. വെൽക്കം ടു എഡ്യൂലൈൻ. സോ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നതാണ് ഫൈൻ ഗ്രെയിൻ മൾട്ടി കമ്പ്യൂട്ടേഴ്സ്. സോ ഒരു പാരലൽ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഒരു പാരലൽ പ്രോസസ്സിംഗ് എൻവയോൺമെന്റിൽ മെയിനായിട്ട് വരുന്ന ഒരു ടേമാണ് ഗ്രാനുലാരിറ്റി അല്ലെങ്കിൽ ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത്. സോ എന്താണ് ഈ ഗ്രെയിൻ സൈസ്? ഓക്കെ, ഇപ്പോൾ ഒരു ടാസ്കിന്റെ ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാസ്ക് പെർഫോം ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്കിന്റെ മെഷർമെന്റ് ആണ് ആക്ച്വലി ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഗ്രെയിൻ സൈസിനെ നമുക്ക് എങ്ങനെ, അല്ലെ ഗ്രാനുലാരിറ്റിയെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും? അതായത് ഗ്രാനുലാരിറ്റിയെ നമുക്ക് മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ഇൻ എ പർട്ടിക്കുലർ ടാസ്ക്. സോ ഒരു ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്കിൽ എത്ര നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഓക്കെ, എത്ര നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആ ടാസ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രാനുലാരിറ്റി പറയുന്നത്. ആ ഒരു ടാസ്കിന്റെ അല്ലെങ്കിൽ ആ ഒരു പാരലൽ പ്രോസസ്സിങ്ങിന്റെ ഗ്രാനുലാരിറ്റി അല്ലെ ഗ്രെയിൻ സൈസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ഇൻ എ പർട്ടിക്കുലർ ടാസ്ക്. ഓക്കെ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഗ്രാനുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂഷൻ ടൈമിന്റെ ടേമിൽ നമുക്ക് ഗ്രാനുലാരിറ്റിയെ പറയാൻ പറ്റും. ഓക്കെ, അപ്പം എക്സിക്യൂഷൻ ടൈമിന്റെ, ഒന്നുകിൽ നമുക്ക് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ടൈമിന്റെ ടേംസിൽ നമുക്ക് ഗ്രാനുലാരിറ്റി എന്താണെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രാനുലാരിറ്റി നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ദ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് ഇൻ എ പർട്ടിക്കുലർ ടാസ്ക്. ഓക്കെ, സോ ഈ എമൗണ്ട് ഓഫ് വർക്കിനെ അല്ലെങ്കിൽ ഒരു പാരലൽ കമ്പ്യൂട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പാരലൽ പ്രോസസ്സിംഗ് എൻവയോൺമെന്റ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു എന്താണ്, ഈ ഒരു പാരലലിസത്തെ നമുക്ക് മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 3 കാറ്റഗറീസ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ 3 കാറ്റഗറി എന്ന് പറയുന്നത് ഫൈൻ ഗ്രെയിൻഡ് പാരലലിസം ഉണ്ട്, മീഡിയം ഗ്രെയിൻഡ് പാരലലിസം ഉണ്ട്, ദെൻ കൊയേസ് ഗ്രെയിൻഡ് പാരലലിസം ഉണ്ട്. സോ ഈ 3 രീതിയിൽ നമുക്ക് പാരലലിസം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഫൈൻ ഗ്രെയിൻഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, മീഡിയം ഗ്രെയിൻഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം, ദെൻ കൊയേസ് ഗ്രെയിൻഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം ഇതിൽ എന്താണ് ഫൈൻ ഗ്രെയിൻഡ്, മീഡിയം ഗ്രെയിൻഡ്, കൊയേസ് ഗ്രെയിൻഡ്. ആക്ച്വലി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഈ ഫൈൻ ഗ്രെയിൻഡ് പാരലലിസം മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം എന്താണ് ഇതെന്നൊക്കെ. സോ ഫൈൻ ഗ്രെയിൻഡ് പാരലലിസം എന്താണ്? ഈ ഫൈൻ ഗ്രെയിൻഡ് പാരലലിസം എന്ന് പറയുന്നത്, സോ ഇവിടെ ഫൈൻ ഗ്രെയിൻഡ് പാരലലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്ക്. ഓക്കെ, അതായത് നമ്മൾ ഈ ഒരു പ്രോഗ്രാംസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും, ചെറിയ ചെറിയ ടാസ്കുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്ക്, അപ്പോൾ ആ ഒരു വേർഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്ക് എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പം ഇതാണ് ശരിക്കും ഫൈൻ ഗ്രൈൻഡ് പാരലലിസം. അപ്പോൾ ഒരു ഫൈൻ ഗ്രൈൻഡ് പാരലലിസത്തിൽ നമ്മൾ ഒരു പ്രോഗ്രാമിനെ എന്ത് ചെയ്യും, ചെറിയ ചെറിയ ടാസ്കുകളായിട്ട്, ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്കുകളായിട്ട് നമ്മൾ ബ്രോക്ക് ചെയ്യും, അതായത് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ ഈ ടാസ്കിനെ നമ്മൾ എന്ത് ചെയ്യും, ഓരോ പ്രോസസ്സേഴ്സിന് അസൈൻ ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഫൈൻ ഗ്രെയിൻ പാരലലിസം എന്ന് പറയുന്നത്. അപ്പൊ ഫൈൻ ഗ്രെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു നെയിമിൽ തന്നെ ഉണ്ട്, അതായത് ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്കസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ഈ ചെറിയ ചെറിയ ടാസ്കുകളെ നമ്മൾ കുറെ പ്രോസസ്സേഴ്സിന് എന്ത് ചെയ്യും, ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഈ ഫൈൻ ഗ്രെയിൻ പാരലലിസം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ലോഡ് ബാലൻസിങ് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈൻ ഗ്രെയിൻ പാരലലിസം ലോഡ് ബാലൻസിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ലോഡ് ബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഓരോരോ പ്രോസസ്സേഴ്സിനും ഇത്ര ടാസ്കുകൾ വെച്ചിട്ട്, സ്മോൾ ടാസ്കുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ പ്രോസസ്സേഴ്സിനും എന്ത് കിട്ടും, അവർക്ക് വർക്ക് ചെയ്യാനുള്ള ടാസ്കുകൾ കിട്ടുന്നുണ്ട്. സോ അവിടെ ഒരു ലോഡ് ബാലൻസിങ്. ഓക്കെ, അപ്പം ചില ലോഡ് ഇംബാലൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പ്രോസസ്സേഴ്സ് ഉണ്ടെങ്കിൽ ചില പ്രോസസ്സറൊക്കെ ഒരു പണിയും ചെയ്യാതെ ചുമ്മാ ഇരിക്കും, ബാക്കിയുള്ള പ്രോസസ്സറിനൊക്കെ എന്ത് ചെയ്യും, ഒരുപാട് ഓവർ ടാസ്കും വരും. അതാണ് ലോഡ് ഇംബാലൻസിങ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫൈൻ ഗ്രെയിൻ പാരലലിസം യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, അവിടെ ലോഡ് ബാലൻസിങ് ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. സോ എല്ലാ പ്രോസസ്സേഴ്സിനും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കും, ഈ ടാസ്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ടാസ്കുകളുടെ സൈസ് എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും, പക്ഷെ എണ്ണം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു പ്രോഗ്രാമിനെ നമ്മൾ ആക്ച്വലി സ്മോൾ ടാസ്കസ് ആയിട്ടുള്ള സബ് ടാസ്കുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു, പക്ഷെ അതിന്റെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്കുകളായിട്ടായിരിക്കും നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ ലോഡ് ബാലൻസിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഈ ഒരു ഫൈൻ ഗ്രെയിൻ പാരലലിസം നോക്കി കഴിഞ്ഞാൽ
ഇവിടെ ഈ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ഫൈൻ ഗ്രെയിൻ പാരലലിസം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പം അങ്ങനെ ഒരു നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് കൂടുതലാണെങ്കിൽ, അതായത് പ്രോസസ്സറുകളുടെ എണ്ണം വളരെ കൂടുതലാണെങ്കിൽ ഇവിടെ ഒരു എന്താണ് ഒരു കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡ് ഉണ്ടാകാം, സിങ്കർണൈസേഷൻ ഓവർഹെഡും ഉണ്ടാകാം. സോ കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡും സിങ്കർണൈസേഷൻ ഓവർഹെഡും ഒക്കെ ഇവിടെ പ്രോസസ്സേഴ്സിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് എന്തുണ്ടാവും ഉണ്ടാകുന്നുണ്ട്. സോ ഈ ഒരു പ്രോബ്ലംസ് ഇവിടെ മെയിൻ ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഓവർഹെഡും സിങ്കർണൈസേഷൻ ഓവർഹെഡും ആണ് ഇവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്പർ ഓഫ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഇവിടെ. ദെൻ നമ്മൾ നോക്കിയാൽ ഇനി ഈ ഫൈൻ ഗ്രെയിൻ പാരലലിസം എന്ന് പറയുന്നത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഷെയർഡ് മെമ്മറി ആർക്കിടെക്ചേഴ്സിലാണ്. ഓക്കെ, ഷെയർഡ് മെമ്മറി ആർക്കിടെക്ചറിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷനെ ഈ ഷെയർഡ് മെമ്മറി ആർക്കിടെക്ചേഴ്സ് എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഈ ഷെയർഡ് മെമ്മറി ആർക്കിടെക്ചേഴ്സിൽ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നടക്കുന്നത്. സോ ഇങ്ങനെ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ആർക്കിടെക്ചേഴ്സിലാണ് നമ്മൾ ഫൈൻ ഗ്രെയിൻ പാരലലിസം കൂടുതലായിട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതുകൊണ്ട് ഈ ഷെയർഡ് മെമ്മറി ആർക്കിടെക്ചർ എന്ന് പറയുന്നത്, ഈ ഷെയർഡ് മെമ്മറി ആർക്കിടെക്ചേഴ്സിലാണ് ഫൈൻ ഗ്രെയിൻ പാരലലിസം ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഷെയർഡ് മെമ്മറി ആർക്കിടെക്ചേഴ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫൈൻ ഗ്രെയിൻ പാരലലിസത്തെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫൈൻ ഗ്രെയിൻ പാരലലിസം എന്ന് പറയുന്നത് അത് ചെയ്യാൻ എന്താണ് പ്രോഗ്രാമേഴ്സിന് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് ഈ ഫൈൻ ഗ്രെയിൻ പാരലലിസം ചെയ്യുക എന്നുള്ളത്. ഒരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് അതിൽ ഫൈൻ ഗ്രെയിൻ പാരലലിസം കൊടുക്കുക എന്നുള്ളത് പ്രോഗ്രാമേഴ്സിന് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഈ ഒരു ഫൈൻ ഗ്രെയിൻ പാരലലിസം ചെയ്യുന്ന ആരാണ്, കമ്പൈലർ ആണ്. സോ ഇത് കമ്പൈലറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഫൈൻ ഗ്രെയിൻ പാരലലിസം ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പം കമ്പൈലർ ആണ് ആക്ച്വലി ഫൈൻ ഗ്രെയിൻ പാരലലിസം ചെയ്യുന്നത്. ഫൈൻ ഗ്രെയിൻ പാരലലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫൈൻ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഒരു പ്രോഗ്രാമിനെ, ഒരു ബിഗ് പ്രോഗ്രാമിനെ ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അത് ചെയ്യുന്നത് കമ്പൈലർ ആണ്. ഓക്കെ, ആ കമ്പൈലറിന്റെ റെസ്പോൺസിബിലിറ്റി ആണത്. ഇനി ഈ ഒരു ഫൈൻ ഗ്രെയിൻ പാരലലിസത്തിന്റെ എക്സാമ്പിൾ നോക്കിയാൽ കണക്ഷൻ മെഷീൻ CM2. ഓക്കെ, ഇതൊരു ഫൈൻ ഗ്രെയിൻ പാരലൽ കമ്പ്യൂട്ടർ ആണ്. ജെ മെഷീൻ എന്ന് പറഞ്ഞാൽ ജെല്ലി ബീൻ മെഷീൻ ആണ്. ജെല്ലി ബീൻ മെഷീൻ എന്ന് പറയുന്നത് ഈ ഒരു മെഷീനും ഫൈൻ ഗ്രെയിൻ പാരലൽ കമ്പ്യൂട്ടർ ആണ്. ഓക്കെ, അപ്പം ഇത് രണ്ടും എക്സാമ്പിൾസ് ആണ്. കണക്ഷൻ മെഷീൻ CM2ഉം ജെല്ലി ബിൻ മെഷീൻ അതായത് ജെ മെഷീൻ, ഇത് രണ്ടും ഫൈൻ ഗ്രെയിൻ പാരലൽ കമ്പ്യൂട്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത്, അതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 4 to 5 മൈക്രോ സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പോൾ 4 to 5 മൈക്രോ സെക്കൻഡ് ആണ് ഇവിടുത്തെ ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത്. ഫൈൻ ഗ്രെയിൻ പാരലലിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് കമ്പ്യൂട്ടേഴ്സ് ആണ് ഏത്, കണക്ഷൻ മെഷീനും അതായത് CM2 എന്ന് പറയും, ദെൻ ജെ മെഷീൻ എന്ന് പറഞ്ഞാൽ ജെല്ലി ബിൻ മെഷീൻ. സോ ഈ രണ്ട് മെഷീൻസ് ഫൈൻ ഗ്രെയിൻ പാരലലിസത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കൊയേസ് ഗ്രെയിൻഡ് പാരലലിസം ആണ്. എന്താണ് കൊയേസ് ഗ്രെയിൻഡ് പാരലലിസം? അപ്പോൾ ഫൈൻ ഗ്രെയിൻ പാരലലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ചെയ്യുന്നത്, ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്കസ് ആയിട്ട് എന്ത് ചെയ്യും, ഒരു പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യും അല്ലെ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ കൊയേസ് ഗ്രെയിൻഡ് പാരലലിസം എന്ന് പറയുന്നത്. സ്മോൾ നമ്പർ ഓഫ് ലാർജ് ടാസ്കസ് ആയിട്ടായിരിക്കും ഈ കൊയേസ് ഗ്രെയിൻഡ് പാരലലിസം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതായത് ഇവിടെ സ്പ്ലിറ്റിംഗ് വരുന്നത്, ഒരു പ്രോഗ്രാമിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ലാർജ് ടാസ്ക് ആയിട്ടായിരിക്കും സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് സ്മോൾ നമ്പർ ഓഫ് ലാർജ് ടാസ്ക് ആയിട്ടായിരിക്കും ഒരു പ്രോഗ്രാമിനെ ഈ ഒരു കൊയേസ് ഗ്രൈൻഡ് പാരലലിസത്തിൽ സ്പ്ലിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം പ്രോസസ്സറിന് ഒരുപാട് കമ്പ്യൂട്ടേഷൻ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പം ടാസ്ക് എന്ന് പറയുന്നത് ലാർജ് ടാസ്ക് ആയിട്ടല്ലേ നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ വലിയ ടാസ്കുകളായിരിക്കും ഓരോരോ പ്രോസസ്സറിനും കിട്ടുന്നത്. അപ്പോൾ ഓരോരോ പ്രോസസ്സറിന്റെയും കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാകുന്ന വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലോഡ് ഇംബാലൻസ് ഉണ്ടാകാം. അപ്പം ഫൈൻ ഗ്രെയിൻ പാരലലിസത്തിൽ നമ്മൾ ലാർജ് നമ്പർ ഓഫ് സ്മോൾ ടാസ്കസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അവിടെ ലോഡ് ബാലൻസിങ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ കൊയേസ് ഗ്രൈൻഡ് പാരലലിസത്തിൽ ലോഡ് ഇംബാലൻസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് ടാസ്കസ് ഇവിടെ കുറവായിരിക്കും, പക്ഷേ ടാസ്കിന്റെ വലുപ്പം എന്ന് പറയുന്നത് വളരെ കൂടുതലുമായിരിക്കും അല്ലെ. അപ്പോൾ ഒരു ലോഡ് ഇംബാലൻസ് ഈ ഒരു കേസിൽ കൊയേസ് ഗ്രൈൻഡ് പാരലലിസത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ലോഡ് ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു. ലോഡ് ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ ചില പ്രോസസ്സേഴ്സ് വർക്ക് ചെയ്യും, നല്ലപോലെ വർക്ക് ചെയ്യും, അവർക്കുള്ള കാര്യങ്ങൾ കിട്ടുന്നതുകൊണ്ട് അവർ നല്ലപോലെ വർക്ക് ചെയ്യും. ചില പ്രോസസ്സേഴ്സ് എന്ത് ചെയ്യും, ഐഡിയൽ കേസിൽ അവിടെ വെറുതെ ഇരിക്കും, ഒന്നും ചെയ്യാനില്ലാതിരിക്കും. സോ അതാണ് ലോഡ് ഇംബാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ പറയുന്നുണ്ട് കൊയേസ് ഗ്രൈൻഡ് പാരലലിസം ഫെയിൽസ് ടു എക്സ്പ്ലോയിറ്റ് ദ പാരലലിസം ഇൻ ദി പ്രോഗ്രാം ആസ് മോസ്റ്റ് ഓഫ് ദി കമ്പ്യൂട്ടേഷൻ ഇസ് പെർഫോംഡ് സീക്വൻഷ്യലി ഓൺ എ പ്രോസസർ. അപ്പം കൊയേസ് ഗ്രൈൻഡ് പാരലലിസം ആക്ച്വലി ഇവിടെ പാരലലിസം എന്നുള്ള ടേമിനെ ശരിക്കും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പ്രോസസ്സേഴ്സ് കമ്പ്യൂട്ടേഷൻ പെർഫോം ചെയ്യുന്നത് സീക്വൻഷ്യൽ ആയിട്ടാണ്.
ഓക്കെ, അപ്പോൾ സീക്വൻഷ്യൽ കമ്പ്യൂട്ടേഷൻസ് ആണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. ഇവിടെ ആക്ച്വലി പാരലൽ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് അങ്ങനെ അധികമായിട്ട് വരുന്നില്ല. അതാണ് ഒരു ക്വയസ് ഗ്രെയിൻ പാരലിസം ഇംപ്ലിമെന്റ് ചെയ്താലുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ക്വയസ് ഗ്രെയിൻ പാരലിസത്തിന്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഇവിടെ ക്രേ YMP, ഈ ഒരു മെഷീൻ, ക്രേ മെഷീൻസ് എന്ന് പറയുന്നത്. ക്രേ YMP എന്നുള്ള ഈ ഒരു മെഷീന് ക്വയസ് ഗ്രെയിൻഡ് പാരലൽ കമ്പ്യൂട്ടറിന് എക്സാമ്പിൾ ആണ്. ഇവിടുത്തെ ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത് 20 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ ഗ്രെയിൻ സൈസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഫൈൻ ഗ്രെയിൻ പാരലിസവും ക്വയസ് ഗ്രെയിൻഡ് പാരലിസവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവർ തമ്മിലുള്ള ഇനിയൊരു നമുക്കൊരു കമ്പാരിസൺ നോക്കാം. എന്താണ് ഫൈൻ ഗ്രെയിൻഡ് പാരലിസം, എന്താണ് ക്വയസ് ഗ്രെയിൻഡ് പാരലിസം, എങ്ങനെയാണ് ഇവരെ കമ്പയർ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.